ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കമൻറ്റിലാണെങ്കിൽ കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട് എന്താ ലോങ് വീഡിയോസ് ഇടാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ലേറ്റ് ആക്കണ്ട, എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. ഇതിൻ്റെ ഷോർട്സ് ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോർട്സ് ഇട്ടാണ്ട് ലോങ് എന്തിനാ വീണ്ടും ഇടണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഷോർട്സിൽ നമുക്ക് അധിക ഭാഗങ്ങളൊന്നും ആഡ് ചെയ്യാൻ കഴിയണില്ല. എക്സാമ്പിൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യണില്ല. കാരണം അതോട് വന്നിരിക്കുകയാണെങ്കിൽ വീഡിയോക്ക് നല്ല ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലോങ് വീഡിയോസിൽ പറയാമെന്ന്. അത് മാത്രമല്ല നമുക്ക് വീഡിയോസിൽ കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, അതോടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ എന്ത് ഷീറ്റിലാണ് ഒട്ടിച്ചെടുക്കണേ എന്നുള്ളത്. ഈ ഷീറ്റിൻ്റെ പേരാണ് OHP ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്നും പറയുക. പിന്നെ ഈ ഷീറ്റ് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചത് ബട്ടൺ ഹൗസിൽ നിന്നാണ്. ക്രാഫ്റ്റ് ഷോപ്പിലും ഉണ്ടായിരിക്കും, അതേപോലെ പിന്നെ ബുക്ക് സ്റ്റോളിലും ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് 5 രൂപയെ വരുന്നുള്ളൂ. പിന്നെ ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ സ്റ്റോണിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരാണ് കുന്തൻ സ്റ്റോൺ. ഇതാണെങ്കിൽ നമുക്ക് പല വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ അവൈലബിൾ ആണ്, അതേപോലെ പല കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അടുത്തുള്ള ഷോപ്പുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കിറ്റ് കൊടുക്കുന്നുണ്ട്. 500 രൂപയാണ് കേട്ടോ കിറ്റിന് വരുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ട്. കിറ്റിൽ നമുക്ക് 3 ഹെവി ആയിട്ടുള്ള കമ്മലുകൾ ഉണ്ടാക്കാനുള്ള സ്റ്റോൺസും ഹാങ്ങിങ് ബീഡ്സും ഐപ്പിന്ന് സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ അതിൽ നമുക്ക് കുറേ സാധനങ്ങൾ ബാക്കി ഉണ്ടായിരിക്കും. OHP ഷീറ്റും ഗമ്മും ഒക്കെ നമുക്ക് ഒരുപാട് ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോൺസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് കമ്മലുകൾ ഉണ്ടാക്കാൻ സാധനം അതിൽ തന്നെ ഉണ്ടായിരിക്കും. ബിഗിനേഴ്സ് കിറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആഞ്ജനേയ 2255 തന്നെയാണ് ഇൻസ്റ്റന്റ്. അപ്പൊ നമ്മളെ കമ്മലിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഇഷ്ടം പോലെ ആളുകൾ ഈ കമ്മലുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ റെഫറൻസ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ടൂൾസ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഈ കട്ട് ചെയ്തെടുക്കാൻ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നല്ല, നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ നൂല് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ യൂസ് ചെയ്യൂലേ, നമ്മൾ ത്രെഡ് കട്ടർ എന്നാണ് കേട്ടോ അതിന് പറയുക. അപ്പോൾ ത്രെഡ് കട്ടർ എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് വെട്ടിയെടുക്കാറ്. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാന്ന്. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. പിന്നെ എല്ലാം നമ്മൾ ഐഡിയ വെച്ചിട്ടേ അതിനനുസരിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ ഈ ബീഡ്സിൻ്റെ മുകളിലേക്ക് കയറി പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. ചെയ്ത് നമ്മളെ കൈയൊന്ന് വഴങ്ങി വരണമല്ലോ. എനിക്കിത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഒരു നീറ്റും ഇല്ലേനി. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം ഇതൊന്ന് നീറ്റായിട്ട് കിട്ടിയത്. ഇപ്പം ഞാൻ ഉണ്ടല്ലോ ഏത് ഡിസൈൻ കിട്ടിക്കുകയാണെങ്കിലും അത്യാവശ്യം നീറ്റിലൊക്കെ കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് യൂസ് ചെയ്ത ഒരു പെന്ന് പോലത്തെ സംഭവം ഇല്ലേ, അതിൻ്റെ പേരാണ് ഗ്ലൂ പെന്ന് അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് എന്നും പറയും കേട്ടോ. അതിനാകെ 35 രൂപയെ വരുന്നുള്ളൂ. പക്ഷെ അത് ഓൺലൈനിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് തോന്നുന്നുണ്ട്. 2 എണ്ണത്തിന് 100ഒക്കെയാണ്. അപ്പോൾ 50 രൂപ വെച്ചിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് അവർ വാങ്ങുന്നത്. പിന്നെ എന്തായാലും അതിൽ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഏകദേശം നമ്മളെ കമ്മലിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹാങ്ങിങ്സ് കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഐപ്പിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഐപ്പിന് നമുക്ക് കുറച്ച് ലെങ്ത്തിലാണ് കിട്ടുക. അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടർ ഉണ്ട്, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ഹാങ്ങിങ്സ് ആയിട്ട് ഞാൻ ഇവിടെ പേൾസാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഹെഡ് പിൻ എടുത്തിട്ട് ഒരു പേൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഡ്രോപ്പ് ഷേപ്പ് ഉള്ള പേളാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഹെഡ് പിന്നിൻ്റെ തറ്റത്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഞാനിതിന് വേണ്ടിയിട്ട് നോസ് പ്ലെയർ ആണ് യൂസ് ചെയ്തത്. ഇപ്പം അതിലേക്ക് 2 തരത്തിലുള്ള പ്ലെയറാണ് യൂസ് ചെയ്തത്. ഒന്ന് നോസ് പ്ലെയറും ഒന്ന് ആ കട്ടറും. പിന്നെ അത് പോരാഞ്ഞിട്ട് നമ്മളെ ത്രെഡ് കട്ടർ ഇല്ലേ അതും. അങ്ങനെ 3 ടൂൾസാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. എന്നിട്ട് ആ ഐപ്പിനിലേക്ക് ഓരോ ഗുങ്കുരീസും ഓരോ ബീഡ്സും കൂടെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് ഒരു സ്റ്റെഡും കൂടെ വെച്ച് കൊടുത്താൽ നമ്മളെ കമ്മലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കമ്മലിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കുട്ടികൾ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദിലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, സൈമ, അഞ്ജു, അമേയ. അപ്പം എത്ര കുട്ടികളാണ് പേര് പറയാൻ പറഞ്ഞത്. അപ്പം കമ്മൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ.